ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ? നിഹ ഡിസൈനർ ബുട്ടീക്, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പന്തളം. തിരുവല്ല നിരണത്തെ വാടക വീട്ടിൽ നിന്നും കാണാതായ വീട്ടമ്മയെയും 2 പെൺമക്കളെയും നാഗർകോവിലെ സുരക്ഷാഭയ കേന്ദ്രത്തിൽ നിന്നും കണ്ടെത്തി. ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ കാണാതായ നിരണം കാടുവെട്ടിൽ വീട്ടിൽ റീന കെ ജെയിംസ്, മക്കളായ അക്ഷര, അൽക്ക എന്നിവരെയാണ് പുളിക്കീഴ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. നാഗർകോവിലെ തെരുവിൽ അലഞ്ഞു നടന്ന റീനയെയും മക്കളെയും അവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് സുരക്ഷാഭയ കേന്ദ്രത്തിൽ എത്തിച്ചത്. ലുക്കൌട്ട് നോട്ടീസ് കണ്ടതിനെ തുടർന്ന് അദ്ദേഹം നാഗർകോവിൽ പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് നാഗർകോവിൽ പോലീസ് പുളിക്കീഴ് SHOയുമായി ഫോണിൽ ബന്ധപ്പെട്ടു. പിന്നാലെ SI കുരുവിള സക്രയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നാഗർകോവിലെത്തി മൂവരെയും നാട്ടിലെത്തിക്കുകയായിരുന്നു. 48 ദിവസത്തിന് മുൻപേ റിപ്പോർട്ടായ കേസാണിത്. പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിൽ റീനയും 2 കുഞ്ഞുങ്ങളെയും മിസ്സായി വെച്ചെടുത്ത കേസായിരുന്നു. ഇതിലേക്ക് ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആനന്ദ് IPS അവരുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട തിരുവല്ല സബ് ഡിവിഷണൽ DYSP സാർ നന്ദകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു ടീം ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിന് പുറത്തും നടത്തിയ വിശദമായ അന്വേഷണത്തിൽ കന്യാകുമാരിയിൽ നിന്നും ഈ കുട്ടികളുടെ ഫോട്ടോ പതിച്ച ലുക്കൌട്ട് നോട്ടീസ് തിരിച്ചറിഞ്ഞ് അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുകയും അവിടേക്ക് ഞാൻ ടീമിൽ അംഗങ്ങളെ അയക്കുകയും അവർ അത് കൃത്യമായി വെരിഫൈ ചെയ്ത ശേഷം ഇന്നലെ ഇവിടെ നിന്ന് പോലീസ് ടീമായിട്ട് പുറപ്പെട്ടു. അതിനുശേഷം ഇവരെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇവർക്ക് മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ മജിസ്ട്രേറ്റിന് മുൻപായി ഹാജരാക്കുന്നതാണ്. കോളേജിൻ്റെ അണ്ടറിലും അവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധീനതയിലുള്ള സ്ഥാപനത്തിൽ ഈ ആളിനെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ആളിനെ അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഫോട്ടോ കണ്ട് മനസ്സിലാക്കി. അതിനുശേഷം ആ കുട്ടികളെ അമ്മയും ഞങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം അവിടുത്തെ ആൾക്കാരുടെയും അവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ആരോഗ്യ വകുപ്പും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നേതൃത്വത്തിൽ ഞങ്ങൾ അവരുടെ നിന്ന് കത്ത് മേടിച്ച് ഞങ്ങളെ ഏറ്റുവാങ്ങുകയും ചെയ്യും. ഇവർ കഴിഞ്ഞ 11-ാം തീയതി ഈ തൃശ്ശൂരിൽ നിന്ന് കയറി കന്യാകുമാരിയിലേക്ക് പോയാണ്. അവിടെ മാലയും വളയും ബിസിനസ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. ഭർതൃപീഡനമാണ് നാടുവിടുവാൻ കാരണമെന്നാണ് റീന പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. തിരുവല്ല DYSP S നന്ദകുമാർ, പുളിക്കീഴ് SHO K അജിത്, SI കുരുവിള എബ്രഹാം എന്നിവർ അടങ്ങുന്ന സംഘമാണ് റീനയെയും മക്കളെയും നാട്ടിലെത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവല്ല.